ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് സംസാരിക്കുന്നത് സെല്ലുലൈറ്റ്സിനെ കുറിച്ചിട്ടാണ്. സ്ത്രീകളിൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് ഈ സെല്ലുലൈറ്റ്സ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഷോർട്ട് ഡ്രസ് ഒക്കെ ഇടുന്നവരാണെങ്കിൽ അപ്പോൾ അതെങ്ങനെ മാറ്റാം, അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഈ സെല്ലുലൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിനടിയിലുള്ള ഫാറ്റ് ടിഷ്യൂസ് നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂവിനെ പുഷ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്കിന്നിന്റെ മുകളിൽ ഫോം ചെയ്യുന്ന കുഴികളാണ് നമുക്ക് ഈ സെല്ലുലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വരുന്നത്? ഹോർമോൺ ചേഞ്ചസ് ഒരു കാരണമാണ്. പ്രത്യേകിച്ച് ഈസ്ട്രോജൻ ഹോർമോണിൽ വരുന്ന വാരിയേഷൻസ് നമുക്ക് ഈ സെല്ലുലൈറ്റ്സ് വിസിബിൾ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ നേരം ഇരിക്കുക, ആക്ടിവിറ്റീസ് കുറവ്, മസിൽ ടോൺ ഒക്കെ കുറയുന്നൊരവസ്ഥ, ഇതും നമുക്ക് ഈ സെല്ലുലൈറ്റ്സ് വിസിബിൾ ആയിട്ടും നോട്ടീസബിൾ ആയിട്ടും കാണാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പുവർ ഡയറ്റ്, നമ്മുടെ ഉറക്കക്കുറവ്, പിന്നെ നമ്മൾ സ്മോക്കിംഗ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ, പിന്നെ ഡീഹൈഡ്രേഷൻ, ഇതും നമ്മുടെ ഈ സെല്ലുലൈറ്റ്സ് വേഴ്സ് ആക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇത് മാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റാനായിട്ട് സാധിക്കും. നമ്മൾ കറക്റ്റായിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് നമ്മൾ ചെയ്യണം. പ്രത്യേകിച്ച് ഈ ഗ്ലൂട്ട് ബ്രിഡ്ജ്, അതേപോലെ സ്ക്വാഡ്സ്, സ്റ്റെപ്പ് അപ്പ്, ബ്രിസ്ക് വാക്ക്, ലഞ്ചസ് പോലുള്ള എക്സസൈസ് നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റും ഫോക്കസ് ചെയ്യണം, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്. അപ്പോൾ നമുക്ക് കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. പിന്നെ അത് മാത്രമല്ല നമ്മൾ കറക്റ്റായിട്ട് ഹെൽത്തി ഹാബിറ്റും ഫോളോ ചെയ്യും. പിന്നെ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, അതും ഫോളോ ചെയ്യണം. അപ്പോൾ നമ്മൾ പേഴ്സണലൈസ്ഡ് ഡയറ്റ് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹെൽത്തി, ബൈ.